നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം യുവതിയുടെ മാല തട്ടിപ്പറിച്ചു. മാവുങ്കാൽ നെല്ലിത്തറയിലാണ് സംഭവം. സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച പണിമുടക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഏർപ്പെടുത്തിയതോടെ നഷ്ടത്തിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ലയൺസ് ക്ലബ് വിദ്യാനഗർ അംഗങ്ങൾ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമം സന്ദർശിച്ചു. അന്തേവാസികൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. പെരിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്കിലെ 40-ൽ പരം കർഷകർ പങ്കെടുത്തു. കിസാൻ കാസർഗോഡ് കോട്ടക്കണി ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 4-5 തീയതികളിൽ ചക്ക മാമ്പഴ മേള സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. IMA കാസർഗോഡ് ബ്രാഞ്ച് ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MK അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്ക് കാലുകൾ 4. പ്രകാശന്റെയും സജിഷ പ്രകാശന്റെയും ആരതി ഫാമിലെ കോഴി ആരിലും കൗതുകമുണർത്തും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം യുവതിയുടെ മാല തട്ടിപ്പറിച്ചു. മാവുങ്കാൽ നെല്ലിത്തറയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരി സിന്ധുവിൻ്റെ 3 പവനോളം തൂക്കം വരുന്ന താലിമാലയാണ് സംഘം കവർന്നത്. സമാന രീതിയിൽ ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ കവർച്ചയാണിത്. യുവതി സഞ്ചരിച്ച സ്കൂട്ടിക്ക് കുറുകെ സ്കൂട്ടറിട്ട് 3 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തു. പിടിച്ചുപറി നടന്നത് പട്ടാപ്പകൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മാവുങ്കാൽ നെല്ലിത്തറ പുലയനടുക്കത്ത് വെച്ചായിരുന്നു സംഭവം. പുലയനടുക്കത്തെ K രവീന്ദ്രന്റെ ഭാര്യ K സിന്ധുവാണ് നാടിന് നടുക്കിയ പിടിച്ചുപറിക്കിരയായത്. കാഞ്ഞങ്ങാട് നിന്നും സാധനങ്ങൾ വാങ്ങി സ്കൂട്ടിയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു യുവതി. വെളുത്ത സ്കൂട്ടിയിൽ വന്ന 2 പേരാണ് കവർച്ച നടത്തിയത്. പിന്നിലിരുന്ന പ്രതി 3 ലക്ഷം രൂപ വില വരുന്ന 3 പവന്റെ സ്വർണ്ണമാല പിടിച്ചുപറിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഡ്രസ് മാറ്റിട്ട് സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. പോയിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് എത്താനായിട്ട് ഒരു വണ്ടി എൻ്റെ മുമ്പിൽ വന്നിട്ട് അത് ഇങ്ങനെ തിരിക്കുന്നുണ്ടായിന്. അതേ മുമ്പിലോട്ട് പോകാൻ വേണ്ടി തിരിച്ചിട്ട് വെച്ചു. അപ്പം എന്നെ പിടിച്ചു തള്ളി. വണ്ടിയോടെ ഞാൻ വീണു. അപ്പോൾ പൊട്ടിച്ചിട്ട് പോയതാണ്. അപ്പം എനിക്ക് നമ്പർ നോക്കാനും എത്തിയിട്ട വണ്ടിയിൽ നീക്കാനും ചെയ്തിട്ട വണ്ടീനെ അത് നീക്കാൻ പറ്റിയിട്ട. താഴെ വീണിട്ടുണ്ടായിന്. മാല പൊട്ടിച്ചു. അവരപ്പം രക്ഷപ്പെട്ടു. താവാത്തപ്പൊക്കെ ആരുമില്ല. വിളിക്കുമ്പോൾ ഏട്ടൻ്റെ ഭാര്യ വന്നു ഇതേ ചേട്ടിട്ട് വന്നു. ഏട്ടൻ്റെ അടുത്തുള്ളവരും വന്നു. പിന്നെ വേറെ ആരും അങ്ങനെ ഇല്ല ആ സമയത്ത് ഉണ്ടായിട്ട ആ റോഡിൽ. അപ്പം പോലീസിനെ വിളിച്ചെത്തി. നമ്മളെ വീട്ടിൽ പുലിനെ എടുക്കുമ്പോൾ ക്യാംകോ റോഡില്ലേ, ഈ ക്യാംകോ അതിൻ്റെ അതിലെ റോഡില്ലേ, അപ്പോൾ ആ പുലിനെടുക്കാവുന്ന സ്ഥലം വീട്ടിൻ്റെ എത്താനായിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് വീട്ടിൻ്റെ അപ്പുറം ഒരു ക്യാമറയിലെ വീടുണ്ട്, അവിടെ എത്തിയിട്ട. സംഭവത്തിൽ ഹോസൂർ പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കവർച്ചക്കാർ ബൈക്കിലെത്തുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ സമാന രീതിയിലുള്ള കവർച്ച നടക്കുന്നത് ഇത് 2ാം തവണയാണ്. ഉപ്പളയിൽ മത്സ്യവില്പനക്കാരിയുടെ കഴുത്തിൽ കത്തിവെച്ച് സ്വർണം കവർച്ച ചെയ്തിരുന്നു. ശാരദാനഗറിലെ പരേതനായ പത്മനാഭയുടെ ഭാര്യ ഗംഗയാണ് കവർച്ചയ്ക്കിരയായത്. മണിമുണ്ടയിലാണ് നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. മണിമുണ്ട റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം പട്ടാപ്പകലായിരുന്നു സംഭവം. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച പണിമുടക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഏർപ്പെടുത്തിയതോടെ നഷ്ടത്തിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതിലൂടെ സംസ്ഥാനത്തെ ഗ്രാമപ്രദേശത്തും നഗരപ്രദേശങ്ങളിലും സർവീസ് നടത്തുന്ന മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെയും വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും ഈ സാഹചര്യത്തിലാണ് നഷ്ടത്തിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച പണിമുടക്ക് നടത്തുന്നതെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളും തൊഴിലാളി സംഘടനാ നേതാക്കളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSRTC റെഗുലർ സർവീസ് നടത്തുന്ന റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഡീസൽ അടിക്കുവാനുള്ള വരുമാനം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. മറ്റു റൂട്ടുകളിൽ ദൈനംദിന കളക്ഷനിൽ 1500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ഒരു ബസ്സിന് കളക്ഷനിൽ നഷ്ടപ്പെടുന്നത്. നഷ്ടം ഒഴിവാക്കുന്നതിനായി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് അംഗീകരിക്കാത്ത അവസ്ഥയാണ്.
ഇതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കും അന്നേ ദിവസം രാവിലെ 10:30 കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. സംസ്ഥാന തലത്തിൽ പ്രിയദർശിനി പദ്ധതി മൂലം തകർച്ച നേരിടുന്ന സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 20 മുതൽ ജൂലൈ 26 വരെ ഒരാഴ്ചക്കാലം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംയുക്ത സമരസമിതി റിലേ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച 6-ാം തീയതി കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണ നടത്തുന്ന കാസർഗോഡിലെ ജില്ലയിലെ മുഴുവനും ബസ് ഉടമകളും തൊഴിലാളികളും കുടുംബങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു ധർണാ സമരം നടത്തുകയാണ്. അതുമാത്രമല്ല, അതും കണ്ടു തീർന്നില്ലെങ്കിൽ 20 മുതൽ 25 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ വെച്ചിട്ട് ഞങ്ങൾ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. 5 ദിവസം, ഒരാഴ്ച, 20 മുതൽ 25 വരെ. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കെ, ജനറൽ സെക്രട്ടറി ടി ലക്ഷ്മണൻ, CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ, BMS ജില്ലാ സെക്രട്ടറി ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ടി ഹഫ്സത്തിന് യാത്രയയപ്പ് നൽകി. വനിതാ ശിശുവികസന വകുപ്പിലെ ജീവനക്കാരുടെ കൂട്ടായ്മയായ കാസർഗോഡ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പി ഉദയകുമാർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റു ജില്ലയിൽ ജോലിയുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ ഉത്തരമാണ് നമുക്ക് കിട്ടാറുള്ളത്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെ പല ജില്ലകളിൽ വർക്ക് ചെയ്ത ആൾക്കാർ വരാറുണ്ട്. പക്ഷെ നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരവില്ല. ഞാൻ കഴിഞ്ഞ 30 വർഷം റവന്യൂ വകുപ്പിലുണ്ട്, പക്ഷെ ഈ ജില്ലയ്ക്ക് പുറത്ത് ഞാൻ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. പക്ഷെ പല ആൾക്കാരും മറ്റു ജില്ലയിൽ ജോലി ചെയ്ത ആൾക്കാർ പറയും കാസർഗോഡ് ജില്ലയാണ് ജോലി ചെയ്യാൻ ഏറ്റവും സുഖം എന്ന്. അതായത് വർക്കിലോടും വർക്ക് പ്രഷറും ഒക്കെ കുറവാണെന്ന് എല്ലാവരും പറയും. ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ AK ജംലാറാണി അധ്യക്ഷത വഹിച്ചു. സീനിയർ സൂപ്രണ്ട് AT ശൈലശ്രീ, വനിതാ സംരക്ഷണ ഓഫീസർ PG സവിത, ശിശുവികസന പദ്ധതി ഓഫീസർമാരായ KJ സായാന, K ബീന, VG ഗീതാകുമാരി, N പ്രീത, M തില, C രജനി, CT രാജശ്രീ, ജൂനിയർ സൂപ്രണ്ട് K രജീഷ്, ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ബീരു, ഗവൺമെന്റ് മഹിളാ മന്ദിരം സൂപ്രണ്ട് T നദീറ, ICDS സൂപ്പർവൈസർ TM ഗ്രീഷ്മ, സ്റ്റാഫ് കൗൺസിൽ കൺവീനർ AT ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലയൺസ് ക്ലബ്ബ് വിദ്യാനഗറിന്റെ 2026-27 വർഷത്തെ ലയണിസ്റ്റിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബ്ബ് അംഗങ്ങൾ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമം സന്ദർശിച്ചു. അന്തേവാസികൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ക്ലബ്ബ് ഭാരവാഹികൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് വിദ്യാനഗറിന്റെ 2026-27 വർഷത്തെ ലയണിസ്റ്റിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബ്ബ് അംഗങ്ങൾ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമം സന്ദർശിച്ചു. അന്തേവാസികൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ക്ലബ്ബ് ഭാരവാഹികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് വിജയകുമാരൻ, സെക്രട്ടറി പത്മനാഭൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി മധുസൂദനൻ എന്നിവർ ഉൾപ്പെടെയുള്ള 12ഓളം അംഗങ്ങൾ പങ്കെടുത്തു. ആശ്വാസം ആവശ്യമുള്ളവർക്ക് തണലേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് വിദ്യാനഗർ ഇത്തരമൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രോഗകീട നിയന്ത്രണത്തിലൂടെ വ്യത്യസ്ത കൃഷികളിൽ നല്ല വിളവ് നേടുവാൻ അവലംബിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സെമിനാറിൽ നീലേശ്വരം ബ്ലോക്കിലെ 40-ൽ പരം കർഷകരാണ് പങ്കെടുത്തത്. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിലെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ വിഷയങ്ങളെ അവതരിപ്പിച്ചത്. രോഗകീട നിയന്ത്രണത്തിലൂടെയും ശാസ്ത്രീയ കൃഷിരീതികളിലൂടെയും കൂടുതൽ വിളവ് ഉറപ്പുവരുത്തുക ലക്ഷ്യമിട്ടാണ് വിവിധ ക്ലാസുകൾ നൽകിയത്. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AV മീര മഞ്ജുഷ, കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP മഞ്ജു, മണ്ണ് ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PG ഗ്രീന, വിജ്ഞാന വ്യാപന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P മാരീശ്വരൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഒരു തെങ്ങില്, നല്ല വളർച്ചയുള്ള ഒരു തെങ്ങില് നമ്മൾ എന്ത് കുമിൾനാശിനി ഒഴിച്ചു കൊടുക്കണമെങ്കിലും മിനിമം 40 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? 40 ലിറ്റർ
വെള്ളത്തിൽ കലക്കിയിട്ട് 1 ലിറ്ററിന് 3 മില്ലി വരെയാണ് കോണ്ടാഫ് എടുക്കേണ്ടത്. അപ്പോൾ 40 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 120 മില്ലി വരെ കോണ്ടാഫ് മിക്സ് ചെയ്യണം. 40 ലിറ്റർ വെള്ളത്തിലേക്ക് 120 മില്ലി കോണ്ടാഫ്. തഞ്ചാവൂർ വാട്ടത്തിന് സെയിം ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനിയാണല്ലോ കോണ്ടാഫ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് വേരിലൂടെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം അല്ലേ? എന്താണ് പറയുക, സൂക്ഷ്മാണുവാണെന്ന് പറയും. കാരണം നമ്മളെ മണ്ണിൽ ഇഷ്ടംപോലെ ഫോസ്ഫറസ് ഉണ്ട്. ഗ്രീനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. മണ്ണിൽ ഫോസ്ഫറസ് വളരെ കൂടുതലാണ്. പക്ഷെ നമ്മുടെ ചെങ്കൽ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫോസ്ഫറസ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഈ വാം നമ്മളെ സഹായിക്കുന്നത്. ഫോസ്ഫറസ് വലിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ മോളിബ്ഡിനം ഒരു സൂക്ഷ്മ മൂല്യമാണ്. 2.5 ഏക്കർ, അതായത് 1 ഹെക്ടർ സ്ഥലത്ത് നിന്ന് 1 മില്ലിമീറ്റർ ഹൈറ്റിൽ മണ്ണ് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് 16,000 കിലോ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമുക്ക് എത്ര അധികം മേൽമണ്ണാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നിങ്ങൾ വളം ചേർക്കുന്ന അവിടെയല്ലേ അല്ലേ? നിങ്ങളുടെ അധ്വാനം കൊടുക്കുന്ന ഈ മേൽമണ്ണാണ് എല്ലാം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി നീലേശ്വരം ആഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകളും തൈകളും ഫലവൃക്ഷ തൈകൾ, ജൈവ ജീവാണു വളങ്ങൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങളും കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഉൾപ്പെടെ വിപണനവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. കൃഷിവകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ ആർ വീണ റാണി, വിള ഇൻഷുറൻസ് ജില്ലാ കോർഡിനേറ്റർ പി അജിത് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാർഷിക സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോയി പുതുതലമുറയ്ക്ക് പകർന്നു കൊടുത്ത് നല്ലൊരു കാർഷിക മേഖലയെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. അതെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെ പിന്തുണ ഇതിൻ്റെ ഭാഗത്തുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നമ്മളിപ്പോൾ പദ്ധതി രൂപീകരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഉൽപാദന മേഖലയിലേക്കാണ് കൂടുതൽ തുക അനുവദിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് അതൊക്കെ മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നല്ലൊരു കാർഷിക മേഖലയിൽ രൂപം നൽകാൻ സാധിക്കണം. എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഷ്റീഫ ജാബിർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് സി രവി, കൃഷി ഓഫീസർ എ രജീന, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ എം കെ പ്രസന്ന, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, എ കെ ഉമ്മുകുൽസു, മുഹമ്മദ് കുഞ്ഞി മൈതാനി, എം രാമചന്ദ്രൻ, കെ വി രാധ, എം വി അനിത, എം സുനിത, എം ഹഷർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ കെ പി സുഹറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എതിർത്തോട്, ബേർക്ക ചെർക്കള, മാവിനകട്ട, പള്ളിപ്പുഴ എന്നീ അൽബിർ സ്കൂളുകളുടെ സംയുക്ത പാരന്റിംഗ് ക്ലാസ് ചെർക്കളയിൽ സംഘടിപ്പിച്ചു. 4 സ്കൂളുകളിൽ നിന്നായി 200ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു. അൽബിർ ജില്ലാ കോർഡിനേറ്റർ ജാബിർ ഹുദവി ചാനടുക്കം പാരന്റിംഗ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എതിർത്തോട്, ബേർക്ക, ചിർക്കള, മാവിനക്കട്ട, പള്ളിപ്പുഴ എന്നീ അൽബിർ സ്കൂളുകളുടെ സംയുക്ത പാരന്റിംഗ് ക്ലാസ് നടന്നു. ചെർക്കളയിൽ സംഘടിപ്പിച്ച പാരന്റിംഗ് ക്ലാസ്സിൽ ഈ 4 സ്കൂളുകളിൽ നിന്നായി 200ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു. മൊയ്തു മൗലവി ചിർക്കളയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഇ അബ്ദുള്ള കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. അൽബിർ ജില്ലാ കോർഡിനേറ്റർ ജാബിർ ഹുദവി ചാനടുക്കം ഉദ്ഘാടനം നിർവഹിച്ചു. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ടുന്ന കരിയർ എന്താണ്? നമ്മളൊരു പക്ഷേ കുട്ടി പ്രസവിക്കുന്ന സമയത്ത് കരുതിയിരുന്ന വിദ്യാഭ്യാസ രീതിയെ ആവൂല ഇപ്പോഴുണ്ടാകുന്നത്. അത് മാറി. ഒരു 3 കൊല്ലം കഴിയുമ്പം ഇതിൽ സമൂലമായ മാറ്റങ്ങൾ വീണ്ടും വരും. 10 കൊല്ലം കഴിയുമ്പോഴേക്കും വീണ്ടും വലിയ വലിയ മാറ്റങ്ങൾ വരും. ചുരുക്കത്തിൽ നമ്മുടെ ഈ കുട്ടികൾ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയമാകുമ്പം അവരുണ്ടാകുന്ന ലോകം പുതിയൊരു ലോകമായിരിക്കും. അപ്പം അന്ന് മോന് പറയാൻ ഞാൻ ഇതൊന്നുമല്ല പഠിച്ചത്, ഞാൻ മറ്റേതാ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാധ്യതയുള്ള ഒരു ചാൻസും അവിടെ ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ അങ്ങനെ പിറകോട്ട് പോകാതിരിക്കാൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും കാഴ്ചപ്പാടുണ്ടാവണം. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
നിങ്ങൾ എന്തായാലും ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായത് കൊണ്ടാണ് അൽബിർ പോലെയുള്ള നല്ലൊരു സെലക്ഷൻ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. വിദ്യാനഗർ SI വിജയൻ മേലോത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള 4 അൽബിർ സ്കൂളുകളും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായി മുന്നേറുകയാണെന്നും ധാർമ്മിക മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനം സാധ്യമാകുന്നെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും SI വിജയൻ മേലോത്ത് പറഞ്ഞു. ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങളുടെ ഒക്കെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പൊതുജനങ്ങൾ വിചാരിക്കാതെ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വിമുക്തമാക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അങ്ങനെ പൊതുജനങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെയുള്ള രഹസ്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് നേടാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു സ്കൂൾ ഫെസ്റ്റിന് ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ പല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് എന്നുള്ളത്. അപ്പോൾ ആ പേരൻസിനെയൊക്കെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അത് വളരെ നല്ല കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയ അബ്ദുള്ള കുഞ്ഞോടൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് അൽബിർ സ്റ്റേറ്റ് ട്രെയിനിംഗ് കൺവീനർ ഫൈസൽ ഹുദവി പരതക്കാട് പാരന്റിംഗ് ക്ലാസ്സിന് നേതൃത്വം നൽകി. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക്, കുടുംബാന്തരീക്ഷത്തിന്റെ പ്രാധാന്യം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്നിവ അദ്ദേഹം വിശദീകരിച്ചു. ചടങ്ങിൽ SI വിജയൻ മേലോത്ത്, ജാബിർ ഹുദവി ചാനെടുക്കം, ഫൈസൽ ഹുദവി പരതക്കാട് എന്നിവർക്ക് അക്കാദമിയുടെ സ്നേഹോപഹാരങ്ങൾ നൽകി. അൽബിർ ജില്ലാതല ടാലന്റ് ടെസ്റ്റിൽ വിജയിച്ച ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ ബേർക്ക ചെർക്കളയിലെ വിദ്യാർത്ഥിനി ആയിഷത്ത് മിന്നത്ത് സ്വന്തം കൈപ്പടിയിൽ വിശുദ്ധ ഖുർആൻ എഴുതി ഗിന്നസ് റെക്കോർഡ് നേടിയ മുഹമ്മദ് മിത്ലാജ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രക്ഷിതാക്കളും അധ്യാപികമാരും പരിപാടിയിൽ സംബന്ധിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ ഹാഫിസ് സവാദ് വാഫി സ്വാഗതവും സ്കൂൾ കോർഡിനേറ്റർ ഇർഷാദ് മാസ്റ്റർ തെക്കുപുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ ഭീമ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സിന് തുടക്കമായി. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് വൻ ഓഫറുകളോടെ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരമാണ് ഭീമ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സിലൂടെ കാസർഗോഡ് ഭീമ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ 12-ന് മേള സമാപിക്കും. ഭീമ ജ്വല്ലറിയിൽ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സ് ഓഫറിന് തുടക്കമായി. വജ്ര ആഭരണങ്ങളുടെ അത്യുഗ്രൻ ഓഫറുകളും കളക്ഷനുകളുമായാണ് കാസർഗോഡ് ഭീമ ജ്വല്ലറി ഭീമ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ഡയമണ്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാക്കി കൊടുത്ത് സ്വർണ്ണങ്ങൾ ചായച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മംഗലാപുരത്ത് നിന്ന് പോലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാസർഗോഡേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എല്ലാ പ്രമുഖരായ എല്ലാ ജ്വല്ലറികളും ഗ്രൂപ്പുകളും ഈ കാസർഗോഡ് നഗരത്തിൽ ഷോറൂമുകൾ ആരംഭിച്ചുകൊണ്ട് നല്ല ഷോറൂമുകൾ ആരംഭിച്ചുകൊണ്ട് കാസർഗോഡിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു മുദ്രയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഷോറൂമുകളും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചുറ്റുപാട് ഈ ഒരു ജ്വല്ലറി ഉണ്ടാകുന്നതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഈ സ്വർണ്ണ വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജനങ്ങൾ വാങ്ങുന്നതിൽ താല്പര്യരായത് കൊണ്ടായിരിക്കാം എല്ലാ ജ്വല്ലറി ഗ്രൂപ്പും കേരളത്തിലെ പ്രമുഖരായ എല്ലാ ജ്വല്ലറി ഗ്രൂപ്പും ഇന്ന് കാസർഗോഡ് unveil the diamond collection. Please.
കേരള ബെസ്റ്റ് ടീച്ചർ അവാർഡ് വിന്നറും മോട്ടിവേഷൻ സ്പീക്കറുമായ നിർമ്മൽ കുമാർ, കാസർകോട്ടെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഉദയകുമാർ, റിട്ടയർഡ് അധ്യാപികയും മുള്ളേരിയ ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായ രാജലക്ഷ്മി കെ, കളക്ട്രേറ്റിലെ സെക്ഷൻ ഗ്രേഡ് ടൈപ്പിസ്റ്റ് പത്മിനി ഡി, സ്കന്ദ പ്ലാസ്റ്റിക് കോർണർ മുരളീകൃഷ്ണ, ഓഡിറ്റർ ആൻഡ് ടാക്സ് പ്രാക്ടീഷണർ സന്ദീപ് പെരുമന, കൃഷ്ണ ഹാർഡ്വെയർ ഓണർ വിനോദ് സവിത, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. ഷോറൂം മാനേജർ അമർനാഥ് സ്വാഗതവും അസിസ്റ്റന്റ് ഷോറൂം മാനേജർ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. മാർക്കറ്റിംഗ് മാനേജർ റഷീദ് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫ്ലോർ മാനേജർ സുധീഷ്, മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത്, ഫ്ലോർ സൂപ്പർവൈസർ ഗണേഷ്, മനോജ്, PRO അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു. ഉപഭോക്താക്കൾക്ക് വൻ ഓഫറുകളോടെ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരമാണ് ഭീമ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സിലൂടെ കാസർഗോഡ് ഭീമ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ 12-ന് ഫെസ്റ്റ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കിസാൻ കാസർഗോഡ് ചക്ക മാമ്പഴമേള സംഘടിപ്പിക്കുന്നു. കോട്ടക്കണി ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 4-5 തീയതികളിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കിസാൻ കാസർഗോഡ് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് കോട്ടക്കനിയിലെ ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ കിസാൻ കാസർഗോഡ് ചക്ക മാമ്പഴമേള സംഘടിപ്പിക്കും. ജൂലൈ 4-5 തീയതികളിലാണ് മേള നടക്കുന്നത്. ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, വിവിധ ഇനം ചക്കകളുടെയും മാമ്പഴങ്ങളുടെയും വിൽപ്പന, കൃഷിയെക്കുറിച്ചുള്ള സെമിനാറുകൾ, വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം എന്നിവ മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാസർഗോഡ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് IMA ഹൗസിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MK അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായിരുന്നു. മെഡിക്കൽ പ്രവർത്തകരെയും യുവപ്രതിഭകളെയും ആദരിച്ച് IMA കാസർഗോഡ് ബ്രാഞ്ച് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MK അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ പ്രശംസിച്ച അദ്ദേഹം ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേ സന്ദേശമായ ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്ന ആശയം വിശദീകരിച്ചു. മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഡോക്ടർമാർ സ്വന്തം ആരോഗ്യത്തിനും കുടുംബത്തിനുമായി സമയം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി. ഇമോഷണൽ, മെന്റൽ ആൻഡ് ഫിസിക്കൽ well-being. You give a lot of advice to all your patients. You ask them to walk. Very honestly, let me ask you, how many of you used to walk in the morning and in the afternoon? You never get a chance. You don't get even 10 minutes to do it. You don't get a chance to go for a walk. But you give advice to all your parents to walk. And how can you maintain your health? How can you maintain your health? So you are privileged people. And again I tell you, after God, doctors are most honored in the society. After God. Because we give our lives in your hands, right? And the lives are taken care of by yourself. Then who will not respect you? That's why I told you so many meetings I say that I am honored to be among you, but here I really mean when I say that I am honored to be among 5 people. Please find some time to take care of your personal life also. Spend some time. This is not an advice, this is a request. Because you have got only one life in this world. This world must be definitely to be lived. IMA പ്രസിഡന്റ് ഡോക്ടർ രേഖ റായ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ആരോഗ്യരംഗത്ത് ദീർഘകാലം സേവനമനുഷ്ഠിച്ച 2 മുതിർന്ന ഡോക്ടർമാരെ ആദരിച്ചു. വിരമിച്ച സിവിൽ സർജൻ ഡോക്ടർ ഈശ്വര നായിക്, മുതിർന്ന ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മഹമ്മൂദ് തെരുവത്ത്, പാരാമെഡിക്കൽ രംഗത്ത് മികച്ച സേവനം അനുഷ്ഠിച്ചവർക്ക് എൻഡോവ്മെന്റ് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ BS റാവു എൻഡോവ്മെന്റ് അവാർഡ് സഹകരണ ആശുപത്രി മുള്ളേരിയയിലെ വിരമിച്ച നഴ്സിംഗ് സൂപ്രണ്ട് സാലി ബാബുവിന് സമ്മാനിച്ചു. ക്യാപ്റ്റൻ KA ഷെട്ടി എൻഡോവ്മെന്റ് അവാർഡ് ആരോഗ്യവകുപ്പിലെ വിരമിച്ച നഴ്സിംഗ് സൂപ്രണ്ട് മിനി ജോസഫിന് നൽകി. MRCS അന്താരാഷ്ട്ര തലത്തിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ ചേതന CS, വിശിഷ്ട റെയിൽ സേവാ പുരസ്കാര ജേതാവ് രഞ്ജിത്ത് ഭൂഷൺ,
ദേശീയ മഹാസ്വിം ഗോൾഡ് മെഡൽ ജേതാവ് ഡോക്ടർ ദേവാൻഷ് റായ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. Next, I call upon Master Teacher Hassan Shani Abdul, CBSE Inter-School Gold and National IMA അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച മാസ്റ്റർ മിഫ്സൽ, മാസ്റ്റർ ഈശാൻ, മാസ്റ്റർ ജ്യേഷ്ഠ കെ, മാസ്റ്റർ മുഹമ്മദ് അമീൻ, ഡോക്ടർ സൗരഭ PN എന്നിവരെയും ചടങ്ങിൽ ആദരിച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ നബീസ PK സ്വാഗതവും IMA കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ അണ്ണാപ്പ കാമത്ത് K നന്ദിയും പറഞ്ഞു. നോർത്ത് സോൺ ELS കോർഡിനേറ്റർ ഡോക്ടർ B നാരായണ നായിക്, ജില്ലാ ചെയർപേഴ്സൺ ഡോക്ടർ ജനാർദ്ദന നായിക് CH, ജില്ലാ കൺവീനർ ഡോക്ടർ ഖാസിം T എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആരോഗ്യരംഗത്തെ മികവിനെയും സമർപ്പിത സേവനത്തെയും ആദരിക്കുന്നതോടൊപ്പം പുതുതലമുറ മെഡിക്കൽ പ്രൊഫഷനുകളെ പ്രചോദിപ്പിക്കുന്നതായി IMA കാസർഗോഡ് ശാഖയുടെ ഈ പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്ക് കാലുകൾ 4. പ്രകാശന്റെയും സജിഷ പ്രകാശന്റെയും ആരതി ഫാമിലെ കോഴി ആരിലും കൗതുകമുണർത്തുന്നതാണ്. 4 കാലുകളുള്ള അപൂർവ ഇനം കോഴിയെ കാണുവാൻ നിരവധി പേരാണ് പ്രകാശന്റെ കോഴി ഫാമിൽ എത്തുന്നത്. കോഴിക്ക് കാലുകൾ 4. കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ? ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തി 40 ദിവസം പ്രായമെത്തിയപ്പോഴാണ് കൂടുതലായി 2 കാലുകൾ കൂടി ശ്രദ്ധയിൽപ്പെട്ടത്. പെരിയ കായക്കുളത്തെ AK പ്രകാശിന്റെയും സജിഷ പ്രകാശിന്റെയും ആരതി കോഴി ഫാമിലെ കോഴികളൊന്നിന് കണ്ടെത്തിയ 4 കാലുകൾ കൗതുകമുണർത്തുന്നതാണ്. പാലക്കാട് നിന്നാണ് ഇറക്കി വന്നത് കുഞ്ഞിക്കോഴിനെ. ഒരു ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞിനെയാണ് കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞിലായി കൊണ്ടുവന്ന കുഞ്ഞിക്കുണ്ട് ചെറുക്ക്. ഇതിപ്പോൾ ഒരു 40 ദിവസം 42 ദിവസം വരെ വേണം പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ. ഇത് ഇറക്കി ആദ്യ സമയത്തൊന്നും കണ്ടില്ല, ഒന്നിച്ച് കുറേ കൂടത്തോടെ ഉള്ളതല്ലേ. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് മുമ്പെയാണ് ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് അത് പ്രത്യേകതര 4 കാലുള്ളത് കണ്ടെത്തി. അപ്പൊ ഇത്ര കാലയളവിൽ അപ്പോൾ നിങ്ങളിന് പ്രത്യേക പരിചരണമില്ലേ? ഓരോരോ കോഴിനെ പിടിച്ച് നോക്കണ്ടേ, മരുന്ന് കൊടുക്കണ്ടേ, അങ്ങനത്തൊന്നുമില്ല? കൊണ്ടിറക്കണം. പിന്നെ ഫുഡിന് വെച്ചാൽ ഫസ്റ്റ് പ്രീ സ്റ്റാർട്ട് വെച്ചാൽ തരിതരിയുള്ള ഫുഡാണ് കൊടുക്കുക ഫസ്റ്റ് ആയിട്ട് ഒരു 1 വീക്ക്. പിന്നെ അത് മാറി കുറച്ചും കൂടി ഹെവി ഫുഡാവും. പിന്നെ കുറച്ച്
ഫിനിഷർ ആവുന്ന സമയത്ത് കുറച്ച് നല്ല ഫുഡ് കൊടുക്കും. അത്ര 3 തരത്തിലുള്ള ഫുഡും പിന്നെ വെള്ളം, വേറെ ഒന്നും അങ്ങനെ അത്യാവശ്യമായിട്ട് വേണ്ട. അത് ഈ സമയത്തിന് അതിൻ്റെ ഇത് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും അസുഖം പോലെ തോന്നിക്കുന്നുണ്ടോ അങ്ങനെയുള്ളതെല്ലാം ശ്രദ്ധിക്കണം. ചൂട്, ടെമ്പറേച്ചറിൻ്റെ ഒരു 35 ദിവസത്തിന് ശേഷമാണ്. അതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്നിച്ച് കൂട്ടത്തോടെ ഉള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെ അറിയാൻ വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഫീഡ് കൊടുക്കാൻ പോയ സമയത്താണ് ശ്രദ്ധിച്ചത്. ഒന്നിങ്ങനെ പ്രത്യേക നടത്ത് അങ്ങനെ പ്രത്യേകിച്ച് അറിയുന്നില്ല, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണയുള്ള കാലുകൾക്ക് പുറമെ മുൻഭാഗത്തായാണ് 2 കാലുകൾ കൂടി അധികമുള്ളത്. പാലക്കാട്ട് നിന്നാണ് പ്രകാശൻ ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ ഫാമിലെത്തിച്ചത്. 4 കാലുള്ള അപൂർവ കോഴി നാട്ടുകാർക്ക് ഏറെ കൗതുകമുണർത്തുന്നതായി മാറിയിരിക്കുകയാണ്. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ ദേശാഭിമാനി പത്രം വിതരണ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി പത്രം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ദേശാഭിമാനി പത്ര സർക്കുലേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലേക്ക് നൽകുന്ന പത്രവിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ദേശാഭിമാനി പത്രം സ്കൂൾ ലീഡർ ആരുഷ് രാജീവിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ സ്കൂളിനകത്തും നമ്മൾ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പഞ്ചായത്ത് തല പരിപാടിയാണ് മുച്ചിലോട് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. നമുക്കറിയാം, വായനയെ കൂടുതൽ അറിയാൻ പത്രങ്ങൾ എന്നും സ്കൂളിനകത്ത് വരുത്തുന്നുണ്ടാവും. പക്ഷേ കുട്ടികൾ അത്തരത്തിലേക്ക് ആ പത്രത്തെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതൽ പത്രവായന ശീലിക്കുകയും ആ പത്രവായനയിലൂടെ ലോകത്തെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പോൾ എന്ത് തന്നെയായാലും പത്രം നോക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സിയുടെ ചിത്രം വരുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ബ്രസീലിൻ്റെ നെയ്മറിൻ്റെ ചിത്രം വരുന്നുണ്ടോ, റൊണാൾഡോൻ്റെ ചിത്രം വരുന്നുണ്ടോ എന്നെങ്കിലും നോക്കാൻ വേണ്ടി നിങ്ങൾ പത്രം മറിച്ച് നോക്കുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ലോകകാര്യങ്ങൾ, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഇപ്പോൾ ഇറാനും ഇറാഖും പോലുള്ള യുദ്ധങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ഒരു ക്വിസ് പരിപാടി വെച്ചാൽ എങ്ങനെ ഉപയോഗപ്രദമാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും വായനയിലേക്ക് കടക്കണം. അതിന് മുന്നോടിയായിട്ടാണ് പത്രവായന എല്ലാ സ്കൂളിനകത്തും ഇങ്ങനെ പരിചയപ്പെടുത്തുകയും വായനയെ പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശാഭിമാനിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളിലെ പത്രവിതരണം. അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കുട്ടികളുടെ വായനാശീലം ഈ മാസം വായനാ ദിനാചരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി എല്ലാ തരത്തിലും വിജയിപ്പിക്കാൻ എല്ലാ കുട്ടികളും ഇതിനോടൊപ്പം നിൽക്കണം, എല്ലാ സ്കൂൾ അധികൃതരും ഇതിനോടൊപ്പം നിൽക്കണം. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലകണ്ഠം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് പവാസ്, K വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM ഇൻചാർജ് V സുമംഗല സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഹൊസ്ദുർഗ് യൂണിറ്റ് തല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പുതിയ കോട്ടയിൽ സംഘടിപ്പിച്ചു. പരിപാടി ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ഹോസ്ദുർഗ് യൂണിറ്റ് തല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഹോസ്ദുർഗ് യൂണിറ്റ് തല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പുതിയ കോട്ടയിൽ സംഘടിപ്പിച്ചു. പരിപാടി ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. എല്ലാ മറ്റ് പരിവാർ സംഘടനകളെ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പരിവാർ സംഘടനകളും സ്വതന്ത്ര സംഘടനകളാണ്. മറ്റുള്ള പാർട്ടികളുടെ പോലെ ഒരു പോഷക സംഘടനയല്ല നമ്മുടേത്. പോഷക സംഘടനയല്ല, മറിച്ച് നമ്മളുടെ ആശയങ്ങളെ വിപുലീകരിക്കുന്നതിനും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ നിലയിലേക്കും നമ്മുടെ ആശയം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വിവിധ സംഘടനകളെ രൂപം കൊടുക്കുകയുണ്ടായി. അതിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട്, തൊഴിലാളികളുടെ ഇടയിൽ നടക്കുന്ന സംഘടനയുണ്ട്, വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട്. ഈ സംഘടനകളെല്ലാം ഒന്ന് മറ്റതിൻ്റെ കീഴിൽ ഒരു പോഷക സംഘടനയല്ല, മറിച്ച് എല്ലാം സ്വതന്ത്ര സംഘടനകളാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ആദർശം ഒന്നാണ്. നമ്മുടെ ഈ ആദർശത്തിലേക്ക് വരുന്നവർ, അവർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റുള്ള സംഘടനയിൽ പ്രവർത്തിക്കാം, ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആ രീതിയിൽ പ്രവർത്തിക്കാം. പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മളുടെ എല്ലാ സംഘടനകൾക്കും
പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹോസ്ദുർഗ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ കെ ജി, അഡ്വക്കേറ്റ് വി ബാലകൃഷ്ണൻ, കെ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അഡ്വക്കേറ്റ് എം നാരായണൻ നന്ദിയും പറഞ്ഞു. മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഹോസ്ദുർഗ് യൂണിറ്റിലെ പുതിയ അഭിഭാഷകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. മുതിർന്ന അഭിഭാഷകരായ വി ബാലകൃഷ്ണൻ, കെ രാജഗോപാൽ, ഹോസ്ദുർഗ് ബാർ അസോസിയേഷൻ വനിതാ പ്രതിനിധി അഡ്വക്കേറ്റ് അജിത കുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം യുവതിയുടെ മാല തട്ടിപ്പറിച്ചു. മാവുങ്കാൽ നെല്ലിത്തറയിലാണ് സംഭവം. സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച പണിമുടക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ഏർപ്പെടുത്തിയതോടെ നഷ്ടത്തിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ലയൺസ് ക്ലബ് വിദ്യാനഗർ അംഗങ്ങൾ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമം സന്ദർശിച്ചു. അന്തേവാസികൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. പെരിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്കിലെ 40-ൽ പരം കർഷകർ പങ്കെടുത്തു. കിസാൻ കാസർഗോഡ് കോട്ടക്കണി ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 4-5 തീയതികളിൽ ചക്ക മാമ്പഴ മേള സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. IMA കാസർഗോഡ് ബ്രാഞ്ച് ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MK അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്ക് കാലുകൾ 4. പ്രകാശന്റെയും സജിഷ പ്രകാശന്റെയും ആരതി ഫാമിലെ കോഴി ആരിലും കൗതുകമുണർത്തും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.